ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹായ്, നമസ്കാരം. SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തൃശൂർ ജില്ലയിലെ കരുവന്നൂർ, മണലി, കുറുമാലി പുഴകളുടെ നീരൊഴുക്ക് സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. അപ്പോൾ ചോദ്യം ഇതാണ്: തൃശൂർ ജില്ലയിലെ കരുവന്നൂർ, മണലി, കുറുമാലി പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി ഏതെന്നുള്ളതാണ് ജലപ്രയാണം. അപ്പോൾ ജലപ്രയാണമാണ് ഈ തൃശൂർ ജില്ലയിലെ കരുവന്നൂർ, മണലി, കുറുമാലി പുഴകളുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേരള ഹൈക്കോടതിയുടെ പുതിയ രജിസ്ട്രാർ ജനറൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പുതിയ ഹൈക്കോടതിയുടെ ജഡ്ജിയെ പറ്റി, പുതിയ ജഡ്ജി കെ ഹരിപാൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. കെ ഹരിപാൽ ആരായിരുന്നു? പഴയ രജിസ്ട്രാർ ജനറൽ ആയിരുന്നു. അപ്പോൾ അതിന് പകരം പുതിയ രജിസ്ട്രാർ ജനറൽ ചുമതലയേറ്റിട്ടുണ്ട്. ആരാണ്? അഡ്വക്കേറ്റ് സോഫി തോമസ് ആണ്. സോഫി തോമസ് ആണ് കേരള ഹൈക്കോടതിയിലെ പുതിയ രജിസ്ട്രാർ ജനറൽ. അഡ്വക്കേറ്റ് സോഫി തോമസ് തൃശൂർ ജില്ലയിലെ ജഡ്ജിയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ രജിസ്ട്രാർ ജനറൽ ആയിട്ട് ചുമതലയേറ്റു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അമേരിക്ക പരീക്ഷിച്ച അത്യാധുനിക ലേസർ ആയുധം ഏത്? അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു ലേസർ ആയുധം പരീക്ഷിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് ലേസർ വെപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റർ. അപ്പോൾ ആയുധത്തിന് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന പേരാണ് ലേസർ വെപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ്. ഇത് അത്യാധുനികമായിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ലേസർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആയുധമാണ്. സോളിഡ് സ്റ്റേറ്റ് ലേസർ ഉപയോഗിച്ച് നിർമ്മിച്ച ലേസർ വെപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റർ ആണ് ഇപ്പോൾ അമേരിക്ക നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കരയിൽ നിന്നും കടലിൽ നിന്നും അതുപോലെ ആകാശത്തിൽ നിന്നും ശത്രുക്കളുടെ വിമാനത്തെ തകർക്കാൻ കഴിവുള്ള ഒരു ലേസർ സംവിധാനമാണ്. USS പോർട്ട്ലാൻഡ് ഷിപ്പിൽ നിന്നാണ് അവർ ഇത് പരീക്ഷിച്ചത്. ഇത് 1960 മുതൽ ഇവർ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ 2019 ഇവർ ഒരെണ്ണം നിർമ്മിച്ചിരുന്നു. പക്ഷെ അതിനേക്കാൾ കരുത്തുള്ള 180 കിലോവാട്ട് ശക്തിയുള്ള ഒരു ലേസർ വെപ്പൺ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റർ ആണ് ഇപ്പോൾ അവർ പരീക്ഷിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് നേവൽ റിസർച്ച് ആൻഡ് നോർത്രോപ്പ് ഗ്രൂമൻ ആണ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. നേവൽ റിസർച്ച് ആൻഡ് നോർത്രോപ്പ് ഗ്രൂമൻ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: 2020 മെയ്യിൽ എവരിബഡി വിൽ ഗെറ്റ് എംപ്ലോയ്മെന്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഈ മെയിൽ എവരിബഡി വിൽ ഗെറ്റ് എംപ്ലോയ്മെന്റ് എന്ന ഒരു പദ്ധതി ഒരു സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ്? മധ്യപ്രദേശാണ് ഈ പദ്ധതി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അവരുടെ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഭോപ്പാലാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം അവരുടെ ഗവർണർ ലാൽജി ടണ്ടൻ ആണെന്ന് മനസ്സിലാക്കുക. ചീഫ് മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുക. ഒരുപക്ഷെ ഇതിനോട് ചേർത്ത് പറയുന്ന റെഫറൻസ് ആയിരിക്കും നമുക്ക് മറ്റു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ ചോദിക്കുന്നത്. അപ്പോൾ ഭോപ്പാലാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ CM ആണ്. ഗവർണർ ലാൽജി ടണ്ടനാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെ പറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളെ പറ്റിയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരാഖണ്ഡാണ് ആൻസർ. അപ്പോൾ ഉത്തരാഖണ്ഡാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഉത്തരാഖണ്ഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെറാഡൂൺ. വിന്ററിൽ ഡെറാഡൂൺ ആണ്. ഗേർസീനാണ് സമ്മറിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ആണ്. അപ്പോൾ ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ആണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ബേബി റാണി മൗര്യയാണ് ഗവർണർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ നാഷണൽ പാർക്കുകളാണ് ജിം കോർബറ്റ്, അതുപോലെ നന്ദാദേവി, രാജാജി, ഗംഗോത്രി, വാലി ഓഫ് ഫ്ലവർ. ഇതൊക്കെ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ നാഷണൽ പാർക്കുകളാണ്.
അപ്പോൾ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ നാഷണൽ പാർക്കുകളാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉണ്ട്, രാജാജി ഉണ്ട്, ഗംഗോത്രി ഉണ്ട്, നന്ദാദേവി ഉണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ക്യാപിറ്റലുകളാണ്. ഒന്ന് ഡെറാഡൂൺ എന്ന് പറയുന്നത് വിന്ററിലും അതുപോലെ ഗിർസൈൻ സമ്മറിലും. ഇനി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ആണ് മുഖ്യമന്ത്രി, ബേബി റാണി മൗര്യയാണ് അവരുടെ ഗവർണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 3 തവണ തുടർച്ചയായി ഒളിമ്പിക്സ് സ്വർണ്ണം നേടിയ ഹോക്കി താരം ബൽബീർ സിംഗ് സീനിയർ ആണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൽബീർ സിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞു. ബൽബീർ സിംഗ് ആണ് അന്തരിച്ചത്. അപ്പോൾ ബൽബീർ സിംഗ് ആണ് 3 തവണ തുടർച്ചയായിട്ട് ഒളിമ്പിക്സ് ഹാട്രിക് സ്വർണ്ണം നേടിയ ഹോക്കി താരം എന്ന് പറയുന്നത്. 1948 ലണ്ടൻ ഒളിമ്പിക്സിലും 1952 ഹെൽസിംഗി ഒളിമ്പിക്സിലും അതുപോലെ 1986 മെൽബൺ ഒളിമ്പിക്സിലും ഉണ്ടായിരുന്നു. ഈ 3 ഒളിമ്പിക്സിലും തുടർച്ചയായിട്ട് ഹോക്കി സ്വർണം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാൻചന്ദിന് ശേഷം ആധുനിക ധ്യാൻചന്ദ് എന്ന് വിശേഷിപ്പിച്ചത് ഈ ബൽബീർ സിംഗ് സീനിയറിനെയാണ്. ഒരുപാട് ബൽബീർ സിംഗ് ഉണ്ട്, പക്ഷെ അതിൽ ബൽബീർ സിംഗ് സീനിയർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആധുനിക ധ്യാൻചന്ദ് എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 7ാമത്തെ ചോദ്യം ഇതാണ്, 2020 മെയ്യിൽ വിരമിച്ച അമേരിക്കൻ ടെന്നീസ് താരം ആരാണ്? അപ്പോൾ ഈ 2020 മെയ്യിൽ അമേരിക്കൻ ടെന്നീസ് താരം വിരമിച്ചിട്ടുണ്ട്. അത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ജാമി ഹാംപ്ടൺ ആണ്. അപ്പോൾ 30 വയസ്സുള്ള ജാമി ഹാംപ്ടൺ ആണ് ഇപ്പോൾ അമേരിക്കൻ ടെന്നീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത്. അപ്പോൾ ജാമി ഹാംപ്ടൺ കഴിഞ്ഞ 6 വർഷമായിട്ട് സർജറിയുമായിട്ട് അതിന്റെ പുറകിലായിരുന്നു. ഇനി ജാമി ഹാംപ്ടൺ 2009 ഈ ടെന്നീസ് കളിക്കാൻ വേണ്ടി 2009 കരിയർ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷനെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടത് ഡേവിഡ് ഹഗാർഡിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ITFന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡേവിഡ് ഹഗാർഡിയാണ്. ഇനി 1924 ഇന്റർനാഷണൽ ലോൺ ഫെഡറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സംഘടന ആരംഭിക്കുന്നത്. പിന്നീട് 1977 റീനെയിം ചെയ്യുകയായിരുന്നു ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. അപ്പോൾ 1924 ആരംഭിച്ചപ്പോൾ ഇന്റർനാഷണൽ ലോൺ ഫെഡറേഷൻ എന്നായിരുന്നു, ലോൺ ടെന്നീസ് ഫെഡറേഷൻ എന്നായിരുന്നു. 1977 ഇത് റീനെയിം ചെയ്തു ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡേവിഡ് ഹഗാർഡിയാണ്. ഇനി അടുത്ത ചോദ്യം, 2020 ഇൻവെന്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, 2020 ഇൻവെന്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ രാജീവ് ജോഷിയാണ്. ഡോക്ടർ രാജീവ് ജോഷിയാണ് ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ അവാർഡ് നൽകിയിരിക്കുന്നത് NYIPLA ആണ്, അതായത് ന്യൂയോർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ അസോസിയേഷൻ ആണ് ഈ അവാർഡ് നൽകിയിരുന്നത്. അപ്പോൾ 2020 മെയ്യിൽ ന്യൂയോർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ അസോസിയേഷന്റെ ഇൻവെന്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ രാജീവ് ജോഷി. ഇനി ഇദ്ദേഹം രാജീവ് ജോഷിയെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം IBMന്റെ അക്കാഡമി ഓഫ് ടെക്നോളജിയിലെ ഒരു മെമ്പർ കൂടിയാണ്. IBM അക്കാഡമി ഓഫ് ടെക്നോളജിയിലെ ഒരു മെമ്പർ കൂടിയാണ് ഡോക്ടർ രാജീവ് ജോഷി എന്ന് പറയുന്നത്. 1922 മാർച്ച് 7 ഈ ന്യൂയോർക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ അസോസിയേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കോൾമാൻ ബി റാഗനാണ്. അപ്പോൾ കോൾമാൻ ബി റാഗനാണ് ഇപ്പോൾ ഈ NYIPLAയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം ഇതാണ്, UN-ന്റെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ അവാർഡ് നേടിയത് ആരൊക്കെ? അപ്പോൾ UN-ന്റെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദ അവാർഡ് ഇപ്പോൾ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഒന്ന് മേജർ സുമൻ ഗവാനി. മേജർ സുമൻ ഗവാനി ഇന്ത്യക്കാരിയായ മേജർ സുമൻ ഗവാനി. അതുപോലെ ബ്രസീലിയൻ നേവൽ ഓഫീസർ കമാൻഡറായ കാർല മൊണ്ടേറിയോ ഡി കാസ്ട്രോ അർജോ. അപ്പോൾ കാർല മൊണ്ടേറിയോ ഡി കാസ്ട്രോ അർജോയ്ക്കാണ്, ബ്രസീലിയൻ നേവൽ ഓഫീസർ കമാൻഡർ ആണ്. ഈ 2 വ്യക്തികൾക്കുമാണ് ഇപ്പോൾ UN-ന്റെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 10ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ കോണ്ടാക്ട് ലെസ് വിസിറ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഏത്? അപ്പോൾ വേൾഡിലെ ആദ്യത്തെ കോണ്ടാക്ട് ലെസ് വിസിറ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് വാം സേഫ് ഗാർഡ്, VAME വാം സേഫ് ഗാർഡ്. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ വാംസ് ഗ്ലോബലാണ് ഇത് വികസിപ്പിച്ചിരുന്നത്. അപ്പോൾ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ കോണ്ടാക്ട്ലെസ് വിസിറ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. വാം സേഫ് ഗാർഡ് ആണ് എന്റെ ആൻസർ. ഇനി ഇന്നത്തെ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യൻ നേവി തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രീത്തബിൾ PPE കിറ്റിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സുകളിലാണ് നമ്മൾ ഇത് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇതിന്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.